പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ഹിസ്റ്ററിയിലെ യൂറോപ്യന്മാരുടെ വരവ് എന്ന ഭാഗത്തിലെ രണ്ടാമത്തെ ഭാഗമാണ്. ആദ്യ ഭാഗം കാണാത്തവര് ആദ്യ ഭാഗം കണ്ടതിന് ശേഷം മാത്രം രണ്ടാമത്തെ ഭാഗം കാണാൻ ശ്രമിക്കുക. കാരണം അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നമ്മൾ പറഞ്ഞു വരിക. സോ നമ്മൾ ആദ്യ ഭാഗത്തിൽ എന്ത് പറഞ്ഞു? ഗാമ അങ്ങനെ ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിലേക്ക് വന്നിട്ട് വാണിജ്യങ്ങളൊക്കെ നടത്തി സക്സസ് ആയിട്ട് തന്നെ എവിടത്തേക്ക് പോയി, തിരിച്ചു പോയി, പോർച്ചുഗീസിൽ പോയി. അവിടെ ഗാമ തിരികെ എത്തിയ ഗാമക്ക് ഗംഭീര സ്വീകരണമൊക്കെ ലഭിച്ചു, ഒരുപാട് പാരിതോഷികങ്ങൾ ലഭിച്ചു. അങ്ങനെ എല്ലാം കൊണ്ടും അങ്ങനെ ഒരു ഹാപ്പി ആയിട്ട് പോവുകയാണ് പോർച്ചുഗീസിൽ. പിന്നെ നമ്മൾ ഗാസ്പർ ഡ ഇന്ത്യനെ പറ്റി പറഞ്ഞു. ഗാമക്ക് തിരികെ പോകുമ്പോൾ കിട്ടിയ ഒരു വ്യക്തിയാണ് ഗാസ്പർ ഡ ഇന്ത്യ. അദ്ദേഹത്തിനെ പിന്നെ പോർച്ചുഗലിലേക്ക് ഗാമയുടെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ട്രാൻസ്ലേറ്റർ ഒക്കെ ആയിട്ട് വീണ്ടും അടുത്ത ആളുടെ കൂടെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഇനി രണ്ടാമത് നമ്മുടെ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്ന പോർച്ചുഗീസ് നാവികനാണ് പെട്രോ അൽവാരിസ് കബ്രാൾ. അതായത് ഗാമക്ക് ശേഷം വരുന്ന നാവികനാണ് പെട്രോ അൽവാരിസ് കബ്രാൾ. ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയാണ് പെട്രോ അൽവാരിസ് കബ്രാൾ. ഇനി ആദ്യ തവണ പോയിട്ടുള്ള ഗാമ ചില കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളെ രാജ്യത്ത് അവതരിപ്പിച്ചിരുന്നു. അതായത് ഇപ്പൊ കോഴിക്കോട് സാമൂതിരി എന്നൊരു ഭരണാധികാരി ഈ ഒരു ഇന്ത്യയിൽ ഉണ്ടെന്നും അതുപോലെ ആ ഭരണാധികാരി വാസ്കോ ഡ ഗാമയോട് കാണിച്ചിട്ടുണ്ടായിരുന്ന നയത്തോടും ഒപ്പം കോഴിക്കോടുള്ള അറബി വ്യാപാരികളുടെ സ്വാതന്ത്ര്യവും അവരുടെ വാണിജ്യ നീക്കങ്ങളെ കുറിച്ചുമൊക്കെ പോർച്ചുഗലിൽ ആര് പറഞ്ഞിട്ടുണ്ട്? ഗാമ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് അൽവാരസിനോട് ഒരു കാര്യം കൂടി പറഞ്ഞു. കോഴിക്കോടുള്ള അറബി വ്യാപാരികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം നീ ഉണ്ടാക്കണം എന്ന കാര്യം അൽവാരസിനോട് പറഞ്ഞു. കാരണം കോഴിക്കോട് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു വാണിജ്യ കേന്ദ്രമാണ്. സോ കോഴിക്കോടുമായിട്ട് നമുക്കൊരു വാണിജ്യ ബന്ധം എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കണമെന്ന് ഗാമ ആരോട് പറഞ്ഞു? പെട്രോ അൽവാരസിനോട് പറഞ്ഞു. അങ്ങനെ പെട്രോ അൽവാരിസ് കബ്രാളിനെ അവിടുന്ന് പോർച്ചുഗലിൽ നിന്ന് യാത്രയാക്കുകയാണ്. അങ്ങനെ അദ്ദേഹം യാത്ര തിരിച്ച് കേരളത്തിലേക്ക് എത്തുന്നു. സോ ഫസ്റ്റ് പോയിന്റ്, രണ്ടാമതായി കേരളത്തിലേക്ക് എത്തുന്ന യൂറോപ്യനാണ് ആര്? പെട്രോ ആൽവാരിസ് കബ്രാൾ. കോഴിക്കോട് സ്വാധീനമുണ്ടായിരുന്ന അറബികളെ അവിടെ നിന്നും തുരത്തുക എന്നതായിരുന്നു കബ്രാളിന് കൊടുത്ത നിർദ്ദേശം. അപ്പൊ കബ്രാളിന്റെ യാത്രയുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അറബികൾ എങ്ങനെയെങ്കിലുമൊക്കെ എവിടുന്ന് ഇന്ത്യയിൽ നിന്ന് ഓടിക്കണം, എന്നിട്ട് ആ ഒരു വാണിജ്യം ആർക്ക് കൈയടക്കണം? പോർച്ചുഗീസിന് കൈയടക്കണം. അറബികളുമായിട്ട് ഓൾറെഡി എന്തുണ്ട്? ഈ ഒരു പോർച്ചുഗീസിന് ശത്രുതയുണ്ട്. കാരണം മുമ്പ് ഈ ഒരു കരമാർഗം വഴിയുള്ള ഏഷ്യയിലേക്കുള്ള ഇവരുടെ മാർഗം തടസ്സം ചെയ്ത ആരാണ്? കോൺസ്റ്റാന്റിനോപ്പിള് പിടിച്ചിറക്കിക്കൊണ്ട് അതൊക്കെ തടച്ചത് അറബികളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ആദ്യമേ അറബികളോട് എന്തുണ്ട്? ഒരു ശത്രുത ഉണ്ടായിരുന്നു. സോ ഇപ്പം ഈ ഇന്ത്യയിലുള്ള വാണിജ്യത്തിനും അവർ ഒരു വിലങ്ങുതടിയായിട്ടുണ്ട്. സോ അങ്ങനെയെങ്കിലും അറബികൾ എന്ത് ചെയ്യണം? അവിടുന്ന് ഓടിക്കണം എന്നുള്ളതായിരുന്നു കബ്രാളിന് കൊടുത്തിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അങ്ങനെ ആദ്യ സമയം ഗാമ വന്ന സമയത്ത് 3 കപ്പലുകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ പെട്രോ അൽവാരിസ് കബ്രാളിന്റെ യാത്രയിൽ 33 കപ്പലുകളിലായിട്ടാണ് പെട്രോ അൽവാരിസ് കബ്രാൾ ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നത്. ഏകദേശം 1500 പേരടങ്ങുന്ന സൈന്യമായാണ് അദ്ദേഹം പോർച്ചുഗലിൽ നിന്ന് യാത്ര തുടങ്ങുന്നത്. അങ്ങനെ അവര് എവിടെ എത്തിച്ചേരുന്നു? കോഴിക്കോട് സാമൂതിരിയുടെ അടുത്ത് എത്തി. സോ 1500 പേരടങ്ങുന്ന സൈന്യം 33 കപ്പലുകളിലായിട്ടാണ് പോർച്ചുഗലിൽ നിന്ന് പുറപ്പെടുന്നത്. അങ്ങനെ അവരെവിടെ എത്തിച്ചേരുകയാണ്? കോഴിക്കോട് സാമൂതിരിയുടെ രാജ്യത്ത് എത്തിച്ചേരുകയാണ്. അങ്ങനെ കബ്രാൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹനാവികനായ ഐറിസ് കോറിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കോഴിക്കോട് സാമൂതിരിയുമായിട്ട് സംസാരിക്കുന്നതിനായിട്ട് പറഞ്ഞു വിടുകയാണ്. കബ്രാളിന്റെ പ്രതിനിധിയായ ഐറിസ് കോറിയ സാമൂതിരിയായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടുകയായിരുന്നു. അങ്ങനെ ഐറിസ് കോറി എന്ത് ചെയ്തു? സാമൂതിരിയുമായിട്ട് സംസാരിച്ചു. അങ്ങനെ സാമൂതിരി അവരുടെ ആവശ്യങ്ങൾക്ക് ഒരു മൗന സമ്മതം മൂളുകയാണ്. അതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ ഗാമ സംസാരിച്ച സമയത്ത് അദ്ദേഹം അധികം വിട്ടുവീഴ്ചയൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തായി? പോർച്ചുഗലിനെ പോലത്തെ ഒരു വലിയ ശക്തിയുള്ള ഒരു രാജ്യം തന്റെ ശത്രു രാജ്യങ്ങളുമായിട്ട് ആ ഒരു വിട്ടുവീഴ്ചയൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ അല്ലെ, പോർച്ചുഗലിനെ പോലുള്ള ഒരു വലിയൊരു ശക്തി തന്റെ ശത്രു രാജ്യങ്ങളുമായിട്ട് ബന്ധമുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊരു കാരണമായി. കാരണം എന്താ വെച്ചാല് കഴിഞ്ഞ തവണ വന്ന സമയത്ത് കോഴിക്കോട് നിന്ന് എവിടെയും പോയിട്ടുണ്ട്, കോലത്തിരി രാജ്യത്തിലേക്കും ഈ ഒരു ഗാമ സഞ്ചരിച്ചിട്ടുണ്ട്. സോ ഇതിന് കാരണം എന്താണ്? താൻ അധികം വിട്ടുവീഴ്ചയൊന്നും ചെയ്യാത്തതാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് എന്തെന്ന് ഇത്തവണ നമ്മുടെ സാമൂതിരി ചെറിയ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാൻ തയ്യാറായത്. അതുകൊണ്ട് സാമൂതിരി അവരുടെ ആവശ്യമായ ഒരു പണ്ടകശാല നിർമ്മിക്കണം അഥവാ വെയർ ഹൗസ് നിർമ്മിക്കണം എന്ന ആവശ്യം അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ അവരുടെ കുറച്ച് വാണിജ്യ ഉൽപ്പന്നങ്ങൾ ഇവിടെ ഇറക്കുമതി ചെയ്യണം. അതുപോലെ തന്നെ ഇവിടുന്ന് കുറച്ച് വാണിജ്യ ഉൽപ്പന്നങ്ങൾ നമുക്ക്
അങ്ങോട്ടേക്ക് വാങ്ങുകയും വേണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനുള്ള സൗകര്യം കൂടി ചെയ്തു തരണമെന്ന് സാമൂതിരിയോട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ സാമൂതിരി പണ്ടകശാല നിർമ്മിച്ച് വ്യാപാരം ആരംഭിക്കാനുള്ള അനുമതി ആർക്ക് നൽകുകയാണ്? കബ്രാളിന് നൽകുകയാണ്. സാമൂതിരിയുടെ ചിന്ത എന്ന് പറയുന്നത് എന്താണ്? തന്റെ ശത്രുരാജ്യമായ കോലത്ത് നാട്ടിലും കൊച്ചി രാജ്യത്തും ഒന്നും ബന്ധം സ്ഥാപിക്കാണ്ട് ഇവരെന്താ തൽക്കാലം ഇവിടെ തന്നെ നിൽക്കട്ടെ, ഇവിടെ തന്നെ വ്യാപാരം ചെയ്യട്ടെ എന്നതായിരുന്നു. ആ ഒരു രീതിയിലാണ് സാമൂതിരി ആ സമയത്ത് ചിന്തിച്ചത്. പക്ഷെ ഈ ഒരു അവകാശം എന്ന് പറയുന്നത് ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത അവസ്ഥയായി പോയി. കാരണം അവസാനം ഈ ഒരു സ്ഥലം കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? ഈ ഫാക്ടറി അനുമതി ലഭിച്ച ഉടനെ തന്നെ പോർച്ചുഗീസുകാർ എന്ത് ചെയ്തു വെച്ചാല്, ഞങ്ങളാണ് ഇന്ത്യയിലേക്ക് സമുദ്രമാർഗം ഇവിടെ എത്തിയിട്ടുള്ള ആൾക്കാർ. അതുകൊണ്ട് അവരെന്ത് പ്രഖ്യാപിക്കുകയാണ്? സമുദ്ര മേഖലയിൽ കൂടി ഇനി ഏതെങ്കിലും ഒരു ചരക്ക് വ്യാപാരം ഉണ്ടാവണമെങ്കിൽ അത് ഞങ്ങളുടെ അനുമതിയോടുകൂടി മാത്രം മതി എന്ന് അവര് പ്രഖ്യാപിക്കുകയാണ്. അല്ലാതെയുള്ള യാതൊരുവിധ കപ്പൽ വ്യാപാരവും നമ്മൾ സമ്മതിക്കില്ലെന്ന് ഇവര് പബ്ലിക്കായിട്ട് തന്നെ പ്രഖ്യാപിക്കുകയാണ്. സോ അങ്ങനെ അവരെന്ത് ചെയ്തു? ഇന്ത്യയിൽ കോഴിക്കോട് വ്യാപാരം ആരംഭിച്ചു. ഇനി നമുക്കറിയാം, സോ ഓൾറെഡി അവിടെ ആരുണ്ട്? അറബികളുണ്ട്. അറബികൾ കാലാകാലങ്ങളായിട്ട് അവിടെ കച്ചവടം നടത്തി വരുന്നവരാണ്. സോ ഇപ്പം പോർച്ചുഗീസുകാരും കൂടി കച്ചവടത്തിന് വന്നു. പക്ഷെ ഈ അറബികളുമായിട്ട് കോഴിക്കോടുകാർക്ക് എന്തുണ്ട്? വലിയ ആത്മബന്ധമുണ്ട്. കാരണം അറബികൾ കാലാകാലങ്ങളായിട്ട് അവരുമായിട്ട് വ്യവസായം ചെയ്യുന്ന ആൾക്കാരാണ്. സോ അതുകൊണ്ട് തന്നെ അറബികളുമായി അവിടുത്തെ പ്രദേശവാസികൾക്ക് എന്തുണ്ട്? വലിയൊരു ആത്മബന്ധവും ഉണ്ട്. ജനങ്ങൾക്ക് കൂടുതൽ താല്പര്യവും ഇഷ്ടമൊക്കെ ആരുടായിരുന്നു? ഈ അറബികളോടായിരുന്നു. സ്വാഭാവികമായിട്ടും പോർച്ചുഗീസുകാർ വിപണിയിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു മത്സരം തന്നെ ഉണ്ടായി. അറബികളും പോർച്ചുഗീസുകാരും തമ്മിൽ വ്യാപാര മത്സരം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇതൊരു കാരണമായി. കബ്രോളിന്റെ പ്രതിനിധിയായ ഐറിസ് കോറിയ സാമൂതിരിയുമായി സംസാരിച്ചു, ധാരണയിലാകുകയും കോഴിക്കോട് ഒരു പണ്ടകശാല പണിയാൻ അനുമതി നേടുകയും ചെയ്തു. ഫാക്ടറി അനുമതി ലഭിച്ച പോർച്ചുഗീസുകാർ ഇന്ത്യൻ സമുദ്ര മേഖലയിൽ അവകാശം ഉന്നയിക്കാൻ തുടങ്ങി. കടലിന്റെ അധിപനായ ഞങ്ങളുടെ അനുവാദമില്ലാതെ കപ്പലിൽ കൊണ്ടുവരുന്ന മറ്റുള്ളവരുടെ സാധനങ്ങൾ പിടിച്ചെടുക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പോർച്ചുഗീസുകാർ പ്രഖ്യാപിച്ചു. ഇനി കബ്രാളിന് പോർച്ചുഗലിൽ നിന്നും കൊടുത്ത നിർദ്ദേശം എന്താണ്? അറബികളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിക്കണം. അങ്ങനെ കോഴിക്കോട് അറബികളുടെ കുത്തക അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? പോർച്ചുഗീസുകാർ നിരന്തരമായിട്ട് അറബികളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. വ്യാപാരത്തിന്റെ പേരിൽ കോഴിക്കോട് നഗരത്തിലുണ്ടായിരുന്ന നിരവധി അറബി വ്യാപാരികളെ എന്ത് ചെയ്തു? കബ്രോളിന്റെ നേതൃത്വത്തിലുള്ള പോർച്ചുഗീസുകാർ ആക്രമിക്കാനും അതുപോലെ തന്നെ അവരുടെ വസ്തുക്കളും കാര്യങ്ങളൊക്കെ കത്തിച്ച് ചാമ്പലാക്കുകയും ചെയ്തു. അങ്ങനെ ആ ഒരു അക്രമം കോഴിക്കോട് രാജ്യം മുഴുവൻ വ്യാപിക്കുകയാണ്. അനിയന്ത്രിതമായിട്ടുള്ള അക്രമം ആരെ അഴിച്ചുവിട്ടു? കബ്രാളു സംഘവും അഴിച്ചുവിട്ടു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അറേബ്യൻ നാട്ടിൽ നിന്നും ഒരു വാണിജ്യ കപ്പൽ കോഴിക്കോട് കടപ്പുറത്ത് നങ്കൂരമിട്ടു. അപ്പൊ ഈ ഒരു അക്രമം ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു കപ്പല് നങ്കൂരമിട്ടത്. എന്ത് ചെയ്തു? ഈ കോഴിക്കോട് തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഈ അറബി കപ്പലിനകത്ത് പോർച്ചുഗീസുകാർ എന്ത് ചെയ്തു? കടന്ന് കയറിയിട്ട് അതിൽ ശേഖരിച്ചു വെച്ചിരുന്ന എല്ലാ ചരക്കുൽപ്പന്നങ്ങളും എന്ത് ചെയ്യും? അവര് പുറത്തേക്ക് എറിയുകയും അതിനകത്തുണ്ടായിരുന്ന അറബികളായിട്ടുള്ള വ്യാപാരികളെയും അതുപോലെ തന്നെ മറ്റു നാവികന്മാരെയും എല്ലാം കൂട്ടക്കുരുതി നടത്തുകയും ചെയ്തു. സോ അങ്ങനെ ഒരു വലിയൊരു കൂട്ടക്കൊല തന്നെ കോഴിക്കോട് നഗരത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ സാമൂതിരിയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന രാജ്യക്കാരായിരുന്നു ഈ അറബികള്. സോ അങ്ങനെ അറബികളുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിട്ടുള്ള ആളായിരുന്നു നമ്മുടെ സാമൂതിരി. സോ ഈ സാമൂതിരി അല്ലെ താൻ നൽകിയ അനുമതിയുടെ പേരിൽ പോർച്ചുഗീസുകാർ ഈ കോഴിക്കോട് രാജ്യത്ത് ഒരുപാട് ആക്രമണങ്ങൾ നടത്തുന്നുള്ള കാര്യം സാമൂതിരി അറിഞ്ഞു. അങ്ങനെ സാമൂതിരി എന്ത് ചെയ്തു? അവരുടെ അക്രമം എത്രയും പെട്ടെന്ന് നിർത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. സോ അപ്പുറം പോർച്ചുഗീസുകാരാണെങ്കിൽ എന്താണ്? കോഴിക്കോട് നഗരം മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കിക്കൊണ്ടാണ് പോർച്ചുഗീസുകാർ തങ്ങളുടെ തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സാമൂതിരി എന്ത് തീരുമാനിക്കുകയാണ്? ഇനി ഇത് തുടർന്ന് പോയിക്കൂടാ എന്ന് തീരുമാനിക്കുകയാണ്. അപ്പൊ തന്നെ സാമൂതിരി തന്റെ നായർ പടയെ തയ്യാറാക്കിയിട്ട് സൈന്യത്തെ മുഴുവൻ തയ്യാറാക്കിയിട്ട് പറഞ്ഞു, ഇനി ഒരൊറ്റ പോർച്ചുഗീസുകാരും കോഴിക്കോടിന്റെ മണ്ണിൽ ഇനി ഉണ്ടാകരുത് എന്ന് പറഞ്ഞു. അങ്ങനെ സാമൂതിരിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് മറ്റൊരു ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. സോ അങ്ങനെ കോഴിക്കോട് രാജ്യത്തുള്ള ഈ പോർച്ചുഗീസുകാരുടെ എല്ലാ വാണിജ്യ കേന്ദ്രങ്ങളിലും സാമൂതിരിയുടെ പടയാളികൾ കടന്നു കയറിയിട്ട് നിരവധി പോർച്ചുഗീസുകാരെ മാരകമായിട്ട് ആക്രമിക്കുകയും വധിക്കുകയും ചെയ്തു. അങ്ങനെ സാമൂതിരി പട എന്ത് ചെയ്തു? ഒരുപാട് പോർച്ചുഗീസുകാരെ ആക്രമിക്കുകയും വധിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ കോഴിക്കോട് നടന്നു വരികയാണ്. ഈ ട്രാൻസ്ലേറ്റർ ആയിട്ടൊക്കെ നിന്ന അതുപോലെ തന്നെ സാമൂതിരിയോട് ആദ്യം സംസാരിച്ച ഐറിസ് കോറിയ എന്ന പ്രധാന നാവികനെ പോലും എന്ത് ചെയ്തു? മാരകമായിട്ട് മർദ്ദിക്കുകയും വലിയ രീതിയിലുള്ള പരിക്കുകൾ ഏൽപ്പിക്കുകയും ചെയ്തു. എന്തിനധികം പറയുന്നു, നമ്മുടെ കബ്രാളിന്റെ
കബ്രാളിന് വരെ സാമൂതിരിയുടെ വാളിന്റെ മൂർച്ച അറിയേണ്ടി വന്നു. സോ അങ്ങനെ ഇനി കോഴിക്കോട് മണ്ണിൽ നിന്നാൽ സാമൂതിരി തന്നെ കൊല്ലാൻ വരെ തീരുമാനിക്കുമെന്ന് മനസ്സിലാക്കിയ കബ്രാൾ എന്ത് ചെയ്യാണ്, തന്റെ കൂട്ടത്തിൽ ബാക്കിയുള്ള പടയാളികളെയും കൂടിയിട്ട് കപ്പലിൽ കയറുകയാണ്. സോ അങ്ങനെ കപ്പലിൽ കയറുമ്പോൾ നമ്മുടെ ഗാസ്പർഡ ഇന്ത്യ എന്തുണ്ട്, ആ കപ്പലിനകത്ത് ഇരിക്കുന്നുണ്ട്. അദ്ദേഹം കബ്രാളിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഇവിടെ വ്യാപാരത്തിന് പോയപ്പോഴേ പറഞ്ഞതാണ് ഇവിടെ ആക്രമണങ്ങൾക്കൊന്നും നിൽക്കരുത്. സാമൂതിരി എന്താണ്, ഒരു ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ്. ഇനി ഈ മണ്ണിൽ ഒരു പോർച്ചുഗീസ് കപ്പൽ കണ്ടാൽ സാമൂതിരി അത് ഇല്ലായ്മ ചെയ്യും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എന്താകാം, ഇവിടെ നിന്ന് സ്കൂട്ടാവാന്ന് പറഞ്ഞു. അങ്ങനെ ഗാസ്പർഡ ഇന്ത്യ ആയിരിക്കും നമ്മുടെ കബ്രാളിന് നിർദ്ദേശം കൊടുത്തു. അങ്ങനെ എന്ത് ചെയ്യാണ്, ഇവര് അവിടെ നിന്നും പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുവാണ്. എന്നിട്ട് നേരെ എങ്ങോട്ടാ പോകുന്നത്, കൊച്ചി രാജ്യത്തിലേക്കാണ് ഇവര് പോകുന്നത്. നമ്മളെ കബ്രാള് ഈ ഒരു കോഴിക്കോട് രാജ്യത്ത് എത്തിയ സമയം തന്നെ എന്ത് സംഭവിച്ചായിരുന്നു, കൊച്ചി രാജ്യത്ത് നിന്നും കോലത്ത് രാജ്യത്ത് നിന്നും വേണാട് രാജ്യത്ത് നിന്നും ഒക്കെ എത്തുന്ന അദ്ദേഹത്തിന് ഒരു ക്ഷണം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ കബ്രാളും സംഘവും ഇത്തവണ എങ്ങോട്ടാ പോകുന്നത്, നേരെ കൊച്ചിയിലോട്ടേക്കാണ് പോകുന്നത്. സോ പോയിന്റ്സ് നോക്കാം. കോഴിക്കോട് അറബികളുടെ കുത്തക അവസാനിപ്പിക്കാനായി പോർച്ചുഗീസുകാർ അറബികളെ ആക്രമിച്ചു. തീരത്ത് കിടന്നിരുന്ന അറബി കപ്പലുകൾ പിടിച്ചെടുക്കുകയും അതിലുള്ളവരെ കൂട്ടക്കൊല നടത്തുകയും ചെയ്തു. ഗാസ്പർഡ ഇന്ത്യയുടെ അഭിപ്രായ പ്രകാരം കബ്രാള് കോഴിക്കോട് നിന്നും കേരളത്തിന്റെ മേഖലയിലേക്ക് കപ്പൽ തിരിച്ചു. സോ അങ്ങനെ നമ്മുടെ കബ്രാള് കൊച്ചിയിൽ എത്തുന്ന ദിവസത്തിന് വലിയൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. 1500 ഡിസംബർ 25 ഡിസംബർ 25 എന്തെന്ന് നമ്മുടെ കബ്രാൾ എവിടെ എത്തുന്നത്, കൊച്ചിയിൽ എത്തുന്നത്. അതായത് ഒരു ക്രിസ്മസ് രാത്രിയിലാണ് കബ്രാള് കൊച്ചിയിലേക്ക് വരുന്നത്. അങ്ങനെ മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ക്രിസ്മസ് രാത്രിയിൽ കൊച്ചിയിലേക്ക് എത്തിയ പോർച്ചുഗീസ് നാവികൻ ആരായിരുന്നു എന്നൊക്കെ, അങ്ങനെ ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു നമ്മുടെ പെട്രോ അൽവാരസ് കബ്രാൾ ആണ്. അങ്ങനെ കബ്രാൾ എന്തായി, കൊച്ചി തുറമുഖത്ത് എത്തി. അങ്ങനെ കൊച്ചി രാജാവൊക്കെ ഇവരെ സ്വീകരിക്കാനൊക്കെ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഒരു ഗംഭീര സ്വീകരണമൊക്കെ ഇവർക്ക് കിട്ടി. കൊച്ചി രാജാവ് എന്ത് ചെയ്തു, മാക്സിമം ഈ പോർച്ചുഗീസുകാരെ തങ്ങളുടെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിച്ചു. അതിനു വേണ്ടിയിട്ട് അവരെ ഒരുപാട് സന്തോഷിപ്പിക്കാനൊക്കെ ശ്രമിച്ചു. അങ്ങനെ കൊച്ചി രാജാവിനോട് അല്ലെ തന്റെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസ് നാവികനെയും അതുപോലെ തന്നെ ഗാസ്പർഡ ഇന്ത്യയെയും കൊച്ചി രാജാവിന്റെ അടുത്തേക്ക് അയച്ചു. അങ്ങനെ അവർ കൊച്ചി രാജാവിനോട് അവരുടെ ആവശ്യങ്ങൾ തുറന്നു പറഞ്ഞു. അല്ലെ, എന്തൊക്കെയാണ് അവരുടെ കുറച്ച് കുരുമുളക്, അതുപോലെ തന്നെ സുഗന്ധവ്യഞ്ജനം തുടങ്ങിയ വാണിജ്യ സാധനങ്ങളൊക്കെയാണ് അവർക്ക് മെയിനായിട്ട് വേണ്ടുന്നത്. അതുപോലെ തന്നെ അതിന് വേണ്ടുന്ന മറ്റു സൗകര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യണം, ചെയ്തു തരണമെന്ന് കൊച്ചി രാജാവിനോട് അവര് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, അല്ലെ, നിങ്ങൾക്ക് വേണ്ടുന്ന അല്ലെ കൊച്ചി രാജ്യത്തിന് വേണ്ടുന്ന മറ്റ് സംരക്ഷണ കവചങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് ഒരുക്കി തരാം എന്നുള്ള കാര്യം കൂടി പറഞ്ഞു. അതുപോലെ കൊച്ചി രാജാവ് അപ്പൊ തന്നെ ഇതൊക്കെ സമ്മതം മൂളുകയും പിന്നെ തന്റെ ശത്രു രാജ്യങ്ങളിൽ അല്ലെ, മെയിനായിട്ട് തന്നെ കോഴിക്കോട് അല്ലെ, കോഴിക്കോട് സാമൂതിരി വളരെ ശക്തനാണ്. അപ്പൊ ശത്രു രാജ്യങ്ങളിൽ നിന്നും ആക്രമണമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, തന്നെ സംരക്ഷിക്കണമെന്ന കാര്യങ്ങളൊക്കെ ആര് പറഞ്ഞു, കൊച്ചി രാജാവും പറഞ്ഞു. തന്റെ കാര്യങ്ങൾ കൊച്ചി രാജാവും അവതരിപ്പിച്ചു. സോ അങ്ങനെ എന്തായി, കബ്രാളും എന്ത് ചെയ്തു, അതിന് സമ്മതിച്ചു. അങ്ങനെ കൊച്ചി രാജ്യത്ത് നമ്മുടെ പോർച്ചുഗീസിന് എന്ത് ചെയ്യുകയാണ്, ഒരു സർവ്വ സ്വാതന്ത്ര്യം പിന്നീട് ലഭിക്കുകയാണ്. ഇനി കൊച്ചി രാജാവ് അവരോട് എന്തുകൂടി പറഞ്ഞു, കൊച്ചിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ ഇഷ്ടമുള്ള രീതിയിലൊക്കെ വ്യാപാരങ്ങൾ ചെയ്തോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വ്യാപാരശാലകൾ നിർമ്മിച്ചോ, ഇവിടെ നിങ്ങൾക്ക് വേണ്ടുന്ന വ്യാപാര സൗകര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഒരുക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചി രാജ്യത്ത് വ്യാപാരശാല നിർമ്മിക്കാൻ കൊച്ചി രാജാവിന്റെ കയ്യിൽ നിന്നും അനുമതി നേടിയ ആദ്യ പോർച്ചുഗീസ് നാവികനാണ് ആര്, പെട്രോ അൽവാരിസ് കബ്രാൾ. ഇനി അങ്ങനെ കൊച്ചിയിൽ പണ്ടകശാല അനുമതിയും കൂടാതെ ചരക്കുകളൊക്കെ നീക്കുന്നതിന് വേണ്ടി കൊച്ചി തുറമുഖം തന്നെ പോർച്ചുഗീസുകാർക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ആര് തയ്യാറായി, കൊച്ചി രാജാവ്. സോ കൊച്ചി തുറമുഖം സ്വന്തമായി ഉപയോഗിക്കാനുള്ള അനുവാദം ആർക്ക് കൊടുത്തു, കബ്രോളിന് കൊടുക്കുകയാണ് കൊച്ചി രാജാവ്. സോ കബ്രോളിന്റെ യാത്രയിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്, ഇത് തന്നെയാണ്. കൊച്ചിയിൽ പണ്ടകശാല അനുമതി നേടിയെടുത്തതിനൊപ്പം തന്നെ എന്തുണ്ട്, ഇന്ത്യയിൽ പോർച്ചുഗീസുകാർക്ക് ഒരു തുറമുഖ സൗകര്യം നേടിയെടുക്കാൻ ആർക്ക് കഴിഞ്ഞു, കബ്രോളിന് കഴിഞ്ഞു. സോ കൊച്ചി രാജാവിന് എന്ത് ചെയ്തു, ഇത് ഭയങ്കര സന്തോഷമായി. കാരണം ഇവരുടെ കയ്യിൽ എന്തുണ്ട്, പ്രത്യേകതരം ആയുധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി സാമൂതിരി അല്ല ആക്രമിക്കാൻ വന്നാലും എന്തുണ്ട്, ഇവരെ മുൻനിർത്തിയിട്ട് നമുക്ക് അവരെ പരാജയപ്പെടുത്താം എന്നൊക്കെയായിരുന്നു കൊച്ചി രാജാവിന്റെ ഇതിലുള്ള ചിന്താഗതി. അങ്ങനെ കബ്രാളിന് എന്ത് ചെയ്തു, കൊച്ചി രാജ്യത്ത് നിന്നും ഇഷ്ടം പോലെ വ്യാപാര സാധനങ്ങളൊക്കെ ലഭിച്ചു. ഇനി ഈ ഒരു സമയത്ത് നമ്മുടെ പോർച്ചുഗീസുകാര് കൊച്ചിയിൽ എത്തിയിട്ടുള്ള വിവരം ആരറിയുന്നുണ്ട്, താഴെയുള്ള രാജ്യം, കൊച്ചി രാജ്യത്തിന്റെ തൊട്ട് താഴെയുള്ള രാജ്യമായിട്ടുള്ള വേണാട് രാജാവും അറിയുന്നുണ്ട്. സോ വേണാട് രാജാവ് എന്ത് ചെയ്തു, ഒരു ദൂതനെ അയച്ചിട്ട് പോർച്ചുഗീസുകാരെ വേണാട് രാജ്യത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്.
അവരെന്ത് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തരും, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കി തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും പോർച്ചുഗീസുകാരെ വേണാട് രാജ്യത്തിലേക്ക് ക്ഷണിക്കുന്നത്. സോ ഇതേ സമയത്ത് തന്നെ കബ്രാളിന് കോലത്ത് നാട്ടിൽ നിന്ന് വന്നിരുന്നത് ക്ഷണം ലഭിക്കുന്നുണ്ട്. അപ്പൊ കോലത്ത് രാജാവ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെ കഴിഞ്ഞ തവണ വാസ്കോ ഡ ഗാമ വന്ന സമയത്ത് നമ്മളാണ് അയാളെ സഹായിച്ചത്, നമ്മളാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും ചരക്കുകളൊക്കെ നൽകിയത്. സോ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, ഇങ്ങോട്ടേക്ക് വരണം എന്ന രീതിയിലൊക്കെ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ടാവും. സോ അങ്ങനെ കബ്രാൾ എന്ത് തീരുമാനിക്കുകയാണ്, കഴിഞ്ഞ തവണ നമ്മുടെ ഗാമയെ സഹായിച്ച നമ്മുടെ കോലത്ത് നാട്ടിൽ ഇപ്പോഴത്തെ കണ്ണൂരിലെ രാജ്യത്ത്, അതായത് കോലത്ത് രാജ്യത്തേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ട് ആര് തീരുമാനിക്കുകയാണ്, കബ്രാള് തീരുമാനിക്കുകയാണ്. സോ നമുക്ക് ഈ പോയിന്റ്സ് നോക്കാം. 1500 ഡിസംബർ 25-ന് കപ്പലിൽ കൊച്ചി തുറമുഖത്തിൽ എത്തി. ഒരു പോർച്ചുഗീസ് നാവികനെ കബ്രാൾ അയച്ചു. എന്തിന്, തമ്മിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട്. കൊച്ചിയിൽ ഒരു വ്യവസായശാല നിർമ്മിക്കാൻ അനുമതി കൊച്ചി രാജാവിൽ നിന്നും ലഭിച്ചു. കൊച്ചിയിൽ പണ്ടകശാല നിർമ്മിച്ച പോർച്ചുഗീസ് നാവികനാണ് കബ്രാൾ. ഇനി ഇന്ത്യയിൽ ഒരു തുറമുഖ സൗകര്യം ഈ യാത്രയിലൂടെ പോർച്ചുഗീസിന് ലഭിച്ചു. ഇനി കൊച്ചിയിലെത്തിയ കബ്രാളിന് കോലത്ത് നാട്ടിൽ നിന്നും എന്ത് ലഭിക്കുന്നുണ്ട്, ക്ഷണം ലഭിക്കുന്നുണ്ട്. വാസ്കോ ഡ ഗാമയെ സഹായിച്ച കണ്ണൂരിന്റെ ക്ഷണം സ്വീകരിച്ചു. കബ്രാളും സംഘവും കൊച്ചി രാജാവ് ജാമ്യ തടവുകാരായി നൽകിയ നായന്മാരെയും കൂട്ടി കണ്ണൂരിലേക്ക് പുറപ്പെട്ടു. അതായത് അങ്ങനെ കൊച്ചി രാജാവിനോട് നന്ദിയൊക്കെ പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ നിറച്ചിട്ട് പോവാൻ ഒരുങ്ങുന്ന സമയത്ത് കൊച്ചി രാജാവ് ഒരു കാര്യം കൂടി ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് കുറച്ച് ജാമ്യ തടവുകാരെ കൂടെ നിങ്ങളുടെ കൂടെ തന്നുവിടട്ടെ എന്ന് ചോദിച്ചു. അതായത് അടിമകളായിട്ട് വെച്ചിരുന്ന ആളെ കൂടി നിങ്ങളുടെ കൂടെ കുറച്ച് ആൾക്കാരെ കൂടി തന്നു വിടട്ടെ എന്ന് അദ്ദേഹം ചോദിച്ചു. അത് കേട്ട നമ്മുടെ കബ്രാള് എന്ത് ചെയ്തു, കബ്രാളിന് എന്തായി, വലിയ സന്തോഷമായി. അങ്ങനെ കൊച്ചി രാജാവ് കുറച്ച് ജാമ്യ തടവുകാരെ കബ്രാളിനൊപ്പം പറഞ്ഞയച്ചു. അങ്ങനെ ഒപ്പം പറഞ്ഞയച്ച ജാമ്യ തടവുകാരിൽ അദ്ദേഹത്തിന്റെ ഒരു ബന്ധു കൂടി ഉണ്ടായിരുന്നു. കൊച്ചി രാജാവിന്റെ ഒരു ബന്ധു കൂടെ ഇവരുടെ കൂടെ പറഞ്ഞു വിട്ടു. സോ അങ്ങനെ കൊച്ചി രാജാവ് കൊടുത്ത അദ്ദേഹത്തിന്റെ ബന്ധു അടക്കമുള്ള തടവുകാരെ കൂട്ടിയിട്ട് കബ്രാൾ എവിടെ പോവുകയാണ്, നേരെ കോലത്ത് നാട്ടിലേക്കാണ് പോകുന്നത്. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. സോ ഇപ്പൊ കബ്രാൾ ഉള്ളത് എവിടെയാണ്, ഇപ്പൊ ഉള്ളത് കൊച്ചിയിലാണ്. കൊച്ചിന് നേരെ മുകളിലായിട്ട് എന്തുണ്ട്, കോഴിക്കോട് രാജ്യമുണ്ട്. അതിന്റെ മുകളിലാണ് കോലത്ത് രാജ്യം. സോ കബ്രാളിന് കൊച്ചിയിൽ നിന്ന് കോലത്ത് നാട്ടിലേക്ക് പോകണമെങ്കിൽ എന്തുണ്ട്, കോഴിക്കോട് സമുദ്ര മേഖലയിൽ കൂടെ വേണം പോവാൻ. സോ കോഴിക്കോട് സർവനാശം വിതച്ചുകൊണ്ടാണ് എവിടത്തേക്ക് വന്നത്, കൊച്ചിയിലേക്ക് വന്നത്. സോ അങ്ങനെ അവര് കോലത്ത് നാട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കോഴിക്കോട് സമുദ്ര മേഖലയിൽ എന്ത് ചെയ്യാണ്, ഈ ഒരു വിവരം അറിയുകയാണ്. സോ അങ്ങനെ കോഴിക്കോട് രാജ്യം മുഴുവൻ കുട്ടിച്ചോറാക്കിയിട്ട് കളന്ന പോർച്ചുഗീസ് നാവികൻ സമുദ്ര മേഖലയിൽ കൂടി പോകുന്നുണ്ട് എന്നുള്ള വിവരം ആരറിഞ്ഞു, നമ്മുടെ സാമൂതിരി അറിയുകയാണ്. അങ്ങനെ സാമൂതിരി എന്ത് ചെയ്തു, തന്റെ സൈന്യത്തെ തയ്യാറാക്കി. അങ്ങനെ കബ്രാളിന്റെ കപ്പല് കോഴിക്കോട് സമുദ്ര മേഖലയിൽ എത്തിയുന്ന സമയം എന്ത് ചെയ്തു, സാമൂതിരിയുടെ സൈന്യം കബ്രാളിന് നേരെ ആക്രമണം നടത്തി. ഈ ഒരു ആക്രമണത്തിൽ നിരവധി ആൾക്കാരെ സാമൂതിരിയുടെ സൈന്യം കൊല്ലുകയും നിരവധി ആൾക്കാരെ അടിമകളാക്കി പിടിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ പിടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ആൾക്കാരില് പോർച്ചുഗീസിലെ ഒരു പ്രശസ്ത സഞ്ചാര സാഹിത്യകാരനും വ്യവസായിയും ഒക്കെ ആയിരുന്ന ദ്വാർത്തെ ബർബോസ എന്നൊരു വ്യക്തി കൂടി ഉണ്ടായിരുന്നു. ദ്വാർത്തെ ബർബോസ. അങ്ങനെ ദ്വാർത്തെ ബർബോസ ഉൾപ്പെടെ നിരവധി പേരെ ആര് പിടിച്ചെടുത്തു, നമ്മുടെ സാമൂതിരിയുടെ സൈന്യം പിടിച്ചെടുത്തു. അങ്ങനെ കബ്രാൾ ഒരുവിധം എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് നമ്മുടെ കോലത്ത് നാട്ടിലേക്ക് എത്തി. അങ്ങനെ കോലത്ത് രാജ്യത്ത് എത്തിയ കബ്രാളിന് എന്ത് ചെയ്തു, നല്ല രീതിയിലുള്ള സ്വീകരണമൊക്കെ ലഭിച്ചു. കോലത്തിന് നല്ല രീതിയിൽ തന്നെ അവരെ സ്വീകരിച്ച് വേണ്ടുന്ന സാധനങ്ങളൊക്കെ കപ്പലിൽ കബ്രാളിന് കയറ്റി കൊടുത്തു. അങ്ങനെ ഈ രണ്ടാം വരവിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ കബ്രാളിന് ഉണ്ടായെങ്കിൽ കൂടി ഒരുപാട് നേട്ടങ്ങളും അതുപോലെ തന്നെ ഒരുപാട് വാണിജ്യ വസ്തുക്കളും അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ സാധിച്ചു. അങ്ങനെ ഒടുവിൽ കബ്രാള് അവിടെ നിന്നും യാത്രയൊക്കെ പറഞ്ഞ് എവിടത്തേക്ക് തിരിച്ച് പോർച്ചുഗലിലേക്ക് മടങ്ങുകയാണ്. സോ നമുക്കറിയാലോ, കൊച്ചി രാജാവിന്റെ ഒരു ബന്ധുവിനെ അടക്കമാണ് എന്തെന്ന് കബ്രാളിനപ്പുറം അവർ അയച്ചിട്ടുള്ളത്. ജാമ്യ തടവുകാരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ബന്ധു കൂടെ അയച്ചിട്ടുണ്ടായിരുന്നോ. അങ്ങനെ ഈ പോർച്ചുഗലിൽ തിരിച്ചെത്തിയ ഡോം മാനുവൽ രാജാവ് എന്ത് ചെയ്തു, ഇവരെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ്. സോ അങ്ങനെ കൊച്ചി രാജാവിന്റെ ബന്ധു കൂടിയായിരുന്ന ഒരാള് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അവരെന്ത് ചെയ്തു, കബ്രാള് ഡോം മാനുവൽ രാജാവിന് പരിചയപ്പെടുത്തി കൊടുത്തു. നമുക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ കൊച്ചി രാജാവ് വിട്ട ആളാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തെ പ്രത്യേക ബഹുമതികളോടെയും അതുപോലെ തന്നെ ബഹുമാനത്തോടെയുമാണ് ഡോം മാനുവൽ രാജാവ് സ്വീകരിക്കുന്നത്. എന്നിട്ട് ഡോം മാനുവൽ രാജാവ് ഇദ്ദേഹത്തെ ഒരു
പ്രത്യേക ഉദ്യോഗസ്ഥനായിട്ട് നിയമിക്കും കൂടി ചെയ്തു. കൂടാതെ അദ്ദേഹത്തെ പോർച്ചുഗീസ് ഭാഷയും പഠിപ്പിച്ചു. പിന്നെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇനി കൂടാതെ ഇദ്ദേഹത്തിന് ഒരു പേര് നൽകുന്നുണ്ട്. രാജാവിന്റെ അതേ പേരായിട്ടുള്ള മാനുവൽ എന്നൊരു പേരും കൂടി ഇദ്ദേഹത്തിന് നൽകുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ, ഇനി പോർച്ചുഗലിൽ നിന്നും പോകുന്ന വാണിജ്യ സംഘത്തിന് മലബാറിലെ രാജാക്കന്മാർക്ക് കൊടുക്കാനുള്ള കത്ത് തയ്യാറാക്കുന്ന ജോലിയാണ് മാനുവൽ എന്ന് പറയുന്ന കൊച്ചി രാജാവിന്റെ ബന്ധുവിന് അദ്ദേഹം ഏൽപ്പിച്ചിരുന്ന ജോലി. സോ ഇവിടുന്ന് പോകുന്ന രാജാക്കന്മാർക്കൊക്കെ, ഇനി ഇവിടുന്ന് പോകുന്ന സമയത്ത് മറ്റുള്ള രാജാക്കന്മാർക്കൊക്കെ കത്ത് തയ്യാറാക്കുന്ന ചുമതല. കാരണം ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാം, നമ്മുടെ ഭാഷ അറിയാം. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കത്തുകളും കാര്യങ്ങളൊക്കെ ഇവര് പറയുന്ന രീതിയിൽ തയ്യാറാക്കാൻ പറ്റും. ഇയാൾ എന്ത് ചെയ്യും, പോർച്ചുഗൽ ഭാഷയും കൂടി അവർ പഠിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഇദ്ദേഹം പിൻകാലത്ത് പോർച്ചുഗലിൽ വെച്ച് തന്നെയാണ് മരണമടയുകയും ഇദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പോർച്ചുഗലിലെ കത്തീഡ്രൽ എന്ന് പറയുന്ന സ്ഥലത്ത് സംസ്കരിക്കുകയും ചെയ്യപ്പെട്ടിട്ടുള്ളതായിട്ട് ചരിത്ര രേഖകളിൽ പറയുന്നുണ്ട്. സോ കാലങ്ങളോളം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് പോയിന്റ്സ് ഒന്ന് നോക്കാം. കൊച്ചിയിലെത്തിയ കബ്രാളിന് കോലത്ത് നാട്ടിൽ നിന്നും ഗംഭീര സ്വീകരണമൊക്കെ ലഭിച്ചു. വാസ്കോഡ ഗാമയെ സഹായിച്ച കണ്ണൂരിന്റെ ക്ഷണം സ്വീകരിച്ചു. കബ്രാളും സംഘവും കൊച്ചി രാജാവ് ജാമ്യ തടവുകാരായി നൽകിയ നായന്മാരെയും കൂട്ടി കണ്ണൂരിന് പുറപ്പെട്ടു. കണ്ണൂരിലേക്കുള്ള യാത്രാമധ്യേ കോഴിക്കോട് തീരത്ത് കബ്രാൾ പടയെ സാമൂതിരിയുടെ സൈന്യം ആക്രമിച്ചു. പ്രസിദ്ധ എഴുത്തുകാരൻ ദ്വാർത്തെ ബർബോസ ഉൾപ്പെടെ നിരവധി പേരെ ഈ മേഖലയിൽ ഉപേക്ഷിച്ചുകൊണ്ട് കബ്രാൾ കോലത്ത് നാട്ടിലേക്ക് രക്ഷപ്പെട്ടു. കബ്രാൾ കൂടെ കൊണ്ടുപോയിരുന്ന ജാമ്യ തടവുകാരിൽ ഒരാൾ കൊച്ചി രാജാവിന്റെ ഒരു ബന്ധുവായിരുന്നു. അദ്ദേഹത്തെ പ്രത്യേക ബഹുമാനത്തോടെ ഡോം മാനുവൽ രാജാവിന്റെ മുന്നിലെത്തിച്ചു. പോർച്ചുഗീസ് രാജാവ് ഇദ്ദേഹത്തെ കൊട്ടാരത്തിലെ പ്രധാനിയായി പ്രഖ്യാപിക്കുകയും പോർച്ചുഗീസ് ഭാഷ പഠിപ്പിക്കുകയും ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം നടത്തുകയും ചെയ്തു. അദ്ദേഹത്തിന് മാനുവൽ എന്ന പേരും നൽകി. മലബാറിലെ രാജാക്കന്മാർക്കുള്ള കത്തുകൾ തയ്യാറാക്കുന്ന ജോലി രാജാവ് ഇദ്ദേഹത്തെ ഏൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ മരണശേഷം ഭൗതിക ശരീരം ഔദ്യോഗിക ബഹുമതിയോടെ തെക്കൻ പോർച്ചുഗലിലെ കത്തീഡ്രലിൽ സംസ്കരിച്ചു. സോ ഇതൊക്കെയായിരുന്നു കബ്രാളിന്റെ രണ്ടാം വരവിൽ സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കബ്രാളിന്റെ യാത്രയിൽ കുറച്ച് നാശനഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും വലിയ ലാഭവുമായിട്ടായിരുന്നു അദ്ദേഹം തിരികെ എവിടത്തേക്ക് എത്തിയത്, പോർച്ചുഗലിലേക്ക് എത്തിയത്. കൂടാതെ മറ്റു ചില നേട്ടങ്ങളും അദ്ദേഹത്തിന്റെ യാത്രയിൽ ഉണ്ടായി. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ? ഒന്ന്, ഇന്ത്യയിലെ വാണിജ്യ ഭദ്രത സുരക്ഷിതമാക്കുന്നതിനായി സ്വതന്ത്രമായ ഒരു തുറമുഖം ഈ യാത്രയിൽ ആർക്ക് ലഭിച്ചു? നമ്മുടെ പോർച്ചുഗീസുകാർക്ക് ലഭിച്ചു. പിന്നെ കൊച്ചിയിൽ ഒരു വ്യാപാരശാല നിർമ്മിക്കാനുള്ള അനുമതി കൊച്ചി രാജാവിൽ നിന്നും ലഭിച്ചു. കൊച്ചിയിൽ പണ്ടകശാല നിർമ്മിച്ച പോർച്ചുഗീസ് നാവികനാണ് കബ്രാൾ. സോ ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു യാത്രയിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട നേട്ടങ്ങൾ. ഇനി നമുക്ക് നോക്കാനുള്ളത് ദ്വാർത്തെ ബർബോസ. NCERT ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ദ്വാർത്തെ ബർബോസ എന്ന സഞ്ചാര സാഹിത്യകാരനും പോർച്ചുഗീസ് വ്യവസായിയുമായിട്ടുള്ള ആളാണ് ദ്വാർത്തെ ബർബോസ. അപ്പൊ ദ്വാർത്തെ ബർബോസ ആരായിരുന്നു? ഒരു പോർച്ചുഗീസ് വ്യാപാരിയും കപ്പൽ സഞ്ചാര സാഹിത്യകാരനുമായിരുന്നു. അങ്ങനെ പോർച്ചുഗീസ് നാവികനായ കബ്രാളിനൊപ്പം കേരളത്തിലേക്ക് വരികയാണ് അദ്ദേഹം. ഓൾറെഡി നമ്മൾ പറഞ്ഞു. പിന്നീട് ഈ സാമൂതിരി ഇങ്ങനെ അക്രമത്തെ തുടർന്ന് അദ്ദേഹത്തെ പിടിച്ചെടുത്തതിനെ തുടർന്ന് കുറെ കാലം കേരളത്തിൽ ഇദ്ദേഹം തുടരുകയും ചെയ്തു. അങ്ങനെ കേരളത്തെക്കുറിച്ച് ദ്വാർത്തെ ബർബോസ എഴുതിയ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കൃതിയുണ്ട്. കേരളത്തിന്റെ വാണിജ്യ ഭരണ സാധ്യതകളെ കുറിച്ചുമൊക്കെ ദ്വാർത്തെ ബർബോസ രചിച്ച ഒരു കൃതിയാണ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ കോസ്റ്റ് ഓഫ് ഈസ്റ്റ് ആഫ്രിക്ക ആൻഡ് മലബാർ എന്ന കൃതി. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ കോസ്റ്റ് ഓഫ് ഈസ്റ്റ് ആഫ്രിക്ക ആൻഡ് മലബാർ. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയെ കുറിച്ച് പരാമർശിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരണ ഗ്രന്ഥം കൂടിയാണ് ഏത്? എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ കോസ്റ്റ് ഓഫ് ഈസ്റ്റ് ആഫ്രിക്ക ആൻഡ് മലബാർ. ഇനി ഇദ്ദേഹം പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്ലേറ്റർ ആയിട്ട് പിന്നീട് പ്രവർത്തിച്ചിട്ടുണ്ട്. കാരണം കേരളത്തിൽ വന്ന് നമ്മുടെ ഇവിടുത്തെ ഭാഷയൊക്കെ ഇദ്ദേഹം പഠിച്ചു. കാരണം ഒരുപാട് കാലം കേരളത്തിൽ പിന്നീട് താമസിക്കുന്നുണ്ട്. ഇനി വരുന്ന ഘട്ടത്തിലൊക്കെ അതിനെക്കുറിച്ച് വീണ്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാനും പറയാനൊക്കെ ഉണ്ട്. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ദ്വാർത്തെ ബർബോസയെ കുറിച്ച് പറയാനുണ്ട്. ഒന്ന്, മഗല്ലനോടൊപ്പം കപ്പൽ യാത്ര നടത്തിയ വ്യക്തിയാണ് ഇദ്ദേഹം. അല്ലെ, ലോകം ചുറ്റി വന്ന ആദ്യത്തെ യാത്രക്കാരനായ മഗല്ലനോടൊപ്പം കപ്പൽ യാത്ര നടത്തിയ വ്യക്തിയാണ് ഇദ്ദേഹം. കാരണം ഇദ്ദേഹം എന്തായിരുന്നു? ഒരു സഞ്ചാരി കൂടിയായിരുന്നു.
സോ നമുക്കറിയാം ഈ മഗല്ലന ഒരു യാത്രക്കിടയിൽ ആക്രമിച്ച് വധിക്കുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ ഈ ഒരു സമയത്തും ആരുണ്ടായിരുന്നു കൂടെ? നമ്മുടെ ദ്വാർത്തെ ബർബോസ ഉണ്ട്. അതായത് ഇന്നത്തെ ഫിലിപ്പൈൻസിൽ വെച്ചാണ് എന്തെന്ന് അവിടുത്തെ ഒരു നാടുവാഴിയായിരുന്ന ലാലു ലാപ്പു ആണ് എന്തെന്ന് മഗല്ലനെ ആക്രമിക്കുന്നത്. ആ അക്രമത്തില് അന്ന് മഗല്ലൻ അടക്കം ഒരു കുറേ അധികം ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? വധിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അന്നും അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്ന പോർച്ചുഗീസ് നാവികനായിരുന്നു നമ്മുടെ ദ്വാർത്തെ ബർബോസ എന്ന് പറയുന്നത്. സോ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, ജസ്റ്റ് കേട്ടാൽ മാത്രം മതി. അങ്ങനെ ലോകത്തെ ആദ്യമായിട്ട് ചുറ്റി വന്ന മഗല്ലനോടൊപ്പം യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം ഓർമ്മിച്ച് വെച്ചാൽ മതി. പോർച്ചുഗീസ് വ്യാപാരിയും കപ്പൽ സഞ്ചാര സാഹിത്യകാരനുമായിരുന്നു. പോർച്ചുഗീസ് നാവികൻ കബ്രാളിനൊപ്പം കേരളത്തിലെത്തി. കേരളത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ കൃതിയാണ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ കോസ്റ്റ് ഓഫ് ഈസ്റ്റ് ആഫ്രിക്ക ആൻഡ് മലബാർ. ഭാരതത്തെക്കുറിച്ചുള്ള പോർച്ചുഗീസ് വിവരണ ഗ്രന്ഥമായിരുന്നു ഇത്. പോർച്ചുഗീസുകാരുടെ പ്രധാന ദ്വിഭാഷിയായി പ്രവർത്തിച്ചിരുന്നു. മഗല്ലനൊപ്പം കപ്പൽ യാത്ര നടത്തിയിട്ടുണ്ട്. ഫിലിപ്പൈൻസ് വെച്ച് അവിടുത്തെ നാടുവാഴിയായിരുന്ന ലാലു ലപ്പുവിന്റെ സൈന്യവുമായി ഉണ്ടായ യുദ്ധത്തിൽ മഗല്ലനടക്കം നിരവധി പേർ മരിച്ചെങ്കിലും ദ്വാർത്തെ ബർബോസ രക്ഷപ്പെട്ടവരിലുള്ള ഒരാളാണ്. ഇനി മറ്റൊരു കാര്യം, അൽബുക്കാർക്ക് കണ്ണൂർ സന്ദർശിക്കുന്ന സമയത്ത്, അതായത് പോർച്ചുഗലിന്റെ രണ്ടാമത്തെ ഇന്ത്യൻ വൈസ്രോയി ആയി വരുന്ന ആളാണ് ആര്? അൽബുക്കാർക്ക്. പോർച്ചുഗലിന്റെ രണ്ടാമത്തെ ഇന്ത്യൻ വൈസ്രോയി ആയിട്ട് വരുന്ന ആളാണ് അൽബുക്കാർക്ക്. സോ അൽബുക്കാർക്ക് കണ്ണൂർ സന്ദർശിക്കുന്ന സമയത്ത് ദ്വിഭാഷിയായിട്ട് പ്രവർത്തിച്ചിരുന്ന ആരായിരുന്നു? ബർബോസ ആയിരുന്നു. 1515 അദ്ദേഹം കേരളത്തിൽ നിന്നും പോർച്ചുഗലിലേക്ക് മടങ്ങിപ്പോയി. ഓക്കെ, 1515 നിന്നും അദ്ദേഹം കേരളത്തിൽ നിന്നും പോർച്ചുഗലിലേക്ക് മടങ്ങി. സോ ഇത്രയും കാര്യങ്ങളാണ് ദ്വാർത്തെ ബർബോസയെ പറ്റി ഓർമ്മിച്ചു വെക്കാനുള്ളത്. സോ ഇനി നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് കബ്രാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യൻ സമുദ്രമേഖല ഇനി ഞങ്ങളാണ് ഭരിക്കാൻ പോകുന്നത്, ഇന്ത്യൻ സമുദ്രമേഖലയുടെ പൂർണ്ണമായിട്ടുള്ള അവകാശം ഞങ്ങൾക്കാണ് എന്നൊക്കെ ആര് പ്രഖ്യാപിക്കുന്നുണ്ട്? കബ്രാള് പ്രഖ്യാപിക്കുന്നുണ്ട്. അങ്ങനെ സമുദ്ര മേഖലയിലൂടെയുള്ള ഏത് കപ്പൽ യാത്രയും തങ്ങളുടെ അധീനതയിലൂടെ ആയിരിക്കണം എന്ന പ്രഖ്യാപനമൊക്കെ കോഴിക്കോട് വെച്ചിട്ട് കബ്രാള് നടത്തുന്നുണ്ട്. സോ അങ്ങനെ ഇന്ത്യൻ സമുദ്ര മേഖലയിലെ വ്യാപാര കുത്തക സ്വന്തമാക്കാനായിട്ട് പോർച്ചുഗീസുകാർ നടപ്പിലാക്കിയ ഒരു ലൈസൻസ് സംവിധാനമാണ് കാർട്ടസ് വ്യവസ്ഥ എന്ന് പറയുന്നത്. കാർട്ടസ് വ്യവസ്ഥ. സോ ഇന്ത്യൻ സമുദ്ര മേഖലയിലെ ഒരു വ്യാപാര കുത്തക സ്വന്തമാക്കാനായിട്ട് പോർച്ചുഗീസുകാർ നടപ്പിലാക്കിയ ഒരു ലൈസൻസ് സംവിധാനമാണ് കാർട്ടസ് വ്യവസ്ഥ. അതായത് എന്താണ് കാർട്ടസ് വ്യവസ്ഥ എന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ സമുദ്ര മേഖലകളിൽ മറ്റ് കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിനായി പോർച്ചുഗീസുകാർ കൊണ്ടുവന്നിരുന്ന ഒരു വ്യവസ്ഥയാണിതെന്ന് കാർട്ടസ് വ്യവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു പോർച്ചുഗീസുകാർ ഇറക്കുന്ന ഒരു പാസ്സാണ്, ഒരു എൻട്രി പാസ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഇന്ത്യൻ മേഖലകളിൽ മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നതിന് നിയന്ത്രണം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് പോർച്ചുഗീസുകാർ ഈ ഒരു വ്യവസ്ഥ, ഈ ഒരു പാസ് കൊണ്ടുവരുന്നത്. അതായത് ഈ ഏഷ്യൻ മേഖലകളിൽ വ്യാപാരം നടത്താൻ വേണ്ടിയിട്ട് പോർച്ചുഗീസുകാർ ഒരു നിശ്ചിത തുക നികുതിയായിട്ട് വാങ്ങും. എന്നിട്ട് എന്ത് ചെയ്യും? അവർക്കൊരു പാസ് കൊടുക്കും. അങ്ങനെ പോർച്ചുഗീസ് രാജ്യത്തെ അല്ലാത്ത വേറെ ഏത് രാജ്യത്തെ കപ്പലുകളായാലും ഇന്ത്യയുമായിട്ട് വ്യാപാരം നടത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പോർച്ചുഗീസുകാർ നൽകുന്ന ഈ കാർട്ടസ് എന്ന പാസ് അവർ വാങ്ങണം. അതുപോലെ തന്നെ അതിന് പകരമായിട്ട് ഒരു നിശ്ചിത തുക എന്ത് ചെയ്യണം? അവർക്ക് നൽകുകയും വേണം. ഇനി ഈ കാർട്ടസിൽ എന്തൊക്കെ വിവരങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാല്, കൊണ്ടുപോകുന്ന കപ്പലിന്റെ വലിപ്പം ഉണ്ടാവും. അതുപോലെ തന്നെ അതിലെ കപ്പിത്താന്റെയും ജീവനക്കാരുടെയും എണ്ണവും അവരുടെ വിവരങ്ങളും, ഇനി അവർ എവിടെയാണോ എത്തിച്ചേരേണ്ടത് ആ ഒരു ഡീറ്റെയിൽസും കൂടി എന്തുണ്ടാവും? അവർ എത്തിച്ചേരേണ്ട തുറമുഖവും ഒക്കെ ഈ കാർട്ടസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇനി എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ കാർട്ടസ് പോകുന്ന വഴിക്കും അതുപോലെ തന്നെ ചെന്നെത്തുന്ന തുറമുഖത്തിലെ പോർച്ചുഗീസുകാരൊക്കെ എന്ത് ചെയ്യും? അവിടെ നിന്ന് പരിശോധിക്കും. അങ്ങനെ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ഈ കാർട്ടസിൽ പറയുന്ന വ്യക്തികൾ അല്ലാത്ത ഏതെങ്കിലും വ്യക്തികൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ കാർട്ടസിൽ പറയുന്ന ഉൽപ്പന്നങ്ങൾ അല്ലാത്ത മറ്റു ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാകുകയോ ചെയ്താൽ, അതുപോലെ തന്നെ കാർട്ടസിൽ പറയുന്ന തുറമുഖത്ത് അല്ലാതെയാണ് കപ്പൽ എത്തിച്ചേർന്നതെങ്കിലൊക്കെ എന്ത് ചെയ്യും? ഈ കപ്പല് പിടിച്ചെടുത്തിട്ട് അതിലെ ജീവനക്കാരെ കൂട്ടക്കുരുതി നടത്തുകയും അല്ലെങ്കിൽ അടിമകളാക്കി പിടിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഇതാണ് എന്തെന്ന്? കാർട്ടസ് വ്യവസ്ഥ. സോ നമുക്ക് പോയിന്റ്സ് ഒന്ന് നോക്കാം. ഇന്ത്യൻ സമുദ്ര മേഖലയിൽ വ്യാപാര അധികാരം സ്വന്തമാക്കാൻ പോർച്ചുഗീസുകാർ നടപ്പിലാക്കിയിട്ടുള്ള വ്യവസ്ഥയാണ് കാർട്ടസ് വ്യവസ്ഥ. ഇന്ത്യൻ മേഖലകളിൽ മറ്റ് കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയാനായിട്ടാണ് ഇത് നടപ്പിലാക്കിയിട്ടുള്ളത്. ഏഷ്യൻ മേഖലകളിൽ വ്യാപാരം നടത്താൻ പോർച്ചുഗീസിന് നിശ്ചിത തുക കരം നൽകി പാസ് സ്വന്തമാക്കണമായിരുന്നു.
ഈ പാസിനെ കാർട്ടസ് എന്നായിരുന്നു അറിയപ്പെടുന്നത്. കപ്പലിന്റെ വലിപ്പം, കപ്പിത്താന്റെയും ജീവനക്കാരുടെയും വിവരങ്ങൾ, എത്തിച്ചേരേണ്ട തുറമുഖങ്ങൾ എന്നിവയൊക്കെ കാർട്ടസിൽ ഉൾപ്പെടുത്തി. കാർട്ടസ് വാങ്ങാത്ത കപ്പലുകൾ പിടിച്ചെടുക്കുകയും ജീവനക്കാരെ കൊല ചെയ്യുകയോ അടിമകളാക്കുകയോ ചെയ്തിരുന്നു. സോ ഇത്രയുമാണ് കബ്രോളിന്റെ വരവിൽ സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സോ ഇനി നമുക്ക് പറയാനുള്ളത് ഗാമയുടെ രണ്ടാം വരവാണ്. ആദ്യ വരവ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഗാമയുടെ രണ്ടാം വരവാണ്. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്.